ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിഷ തീർത്ഥം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. 2026 ജൂൺ മാസം 2-ാം തീയതി വ്യാഴം അതിന്റെ ഉച്ചക്ഷേത്രമായ കർക്കിടകം രാശിയിലേക്ക് സംക്രമിക്കുകയാണ്. ജൂൺ 2 മുതൽ ഒക്ടോബർ മാസം 31 വരെ ഏതാണ്ട് 5 മാസക്കാലം ഉച്ചരാശിയിൽ സ്ഥിതി ചെയ്തതിന് ശേഷം ചിങ്ങം രാശിയിലേക്ക് സംക്രമിക്കും. ഉച്ചരാശിയിൽ സ്ഥിതി ചെയ്യുന്ന വ്യാഴം അതീവ ബലവാനായി എല്ലാ നക്ഷത്രക്കാർക്കും കൂടുതൽ സൗഭാഗ്യങ്ങൾ നൽകും. മീനം രാശിക്കാരുടെ ഗുണഫലങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. പൂരുട്ടാതി കാല്, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണ് മീനക്കൂറിൽ ഉൾപ്പെടുന്നത്. ഇവർക്ക് 5-ാം ഭാവത്തിലാണ് വ്യാഴം സ്ഥിതി ചെയ്യുന്നത്. 5-ാം ഭാവത്തിലെ വ്യാഴത്തിന്റെ ചാരഫലം ആചാര്യന്മാരുടെ അഭിപ്രായത്തിൽ അത്ര ശുഭകരമല്ല. എങ്കിലും ഉച്ചസ്ഥനായ ഗ്രഹം ദോഷങ്ങൾ ഒന്നും തന്നെ ചെയ്യുന്നതല്ല. പ്രത്യേകിച്ചും കൂടുതൽ സൽഫലങ്ങൾ ചെയ്യുവാൻ ശേഷിയുള്ള വ്യാഴം ഉച്ചസ്ഥനായി നിലകൊള്ളുമ്പോൾ ആ വ്യാഴത്തെ കൊണ്ട് കൂടുതൽ ഭാഗ്യാനുഭവങ്ങൾ അനുഭവപ്പെടും. മീനം രാശിക്കാർക്കും വ്യാഴത്തെ കൊണ്ട് കൂടുതൽ ഭാഗ്യാനുഭവങ്ങളാണ് അനുഭവപ്പെടുക. പുത്രകാരകനും ധനകാരകനുമാണ് ഗുരു. കൂടാതെ സ്വർണം, ധനസമ്പാദനം, ബുദ്ധി, പുത്രൻ, സൽപ്രവൃത്തി, സുഖ സൗഭാഗ്യങ്ങള്, ദയ, ദൈവഭക്തി, കീർത്തി, ചൈതന്യം, ശരീരസുഖം, ശ്രേഷ്ഠത തുടങ്ങി നിരവധി കാര്യങ്ങൾ വ്യാഴത്തെ കൊണ്ടാണ് ചിന്തിക്കുന്നത്. വ്യാഴം ബലവാനായാൽ ഇത്തരം സാത്വിക കാര്യങ്ങളൊക്കെ അനുകൂലമായി അനുഭവപ്പെടുന്നതാണ്. മീനക്കൂറുകാരെ സംബന്ധിച്ച് 5-ാം ഭാവത്തിലാണ് വ്യാഴം സ്ഥിതി ചെയ്യുന്നത്. 5-ാം ഭാവം സന്താന ഭാവമാണ്. ബുദ്ധിയുടെയും വിദ്യയുടെയും ഭാവമാണ്. സന്താനപരമായി കൂടുതൽ ഭാഗ്യാനുഭവങ്ങൾ ഈ കൂറുകാർക്ക് അനുഭവപ്പെടും. സന്താനങ്ങളെ ഓർത്ത് ദുഃഖ ദുരിതങ്ങൾ അനുഭവിച്ചു വന്ന ഈ കൂറുകാർക്ക് അതെല്ലാം വിട്ടുമാറി സന്താനങ്ങളെ ഓർത്ത് കൂടുതൽ സന്തോഷിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. വളരെ കാലമായി സന്താനങ്ങൾ ഉണ്ടാകാതെ ദുഃഖിക്കുന്ന ദമ്പതിമാർക്ക് അവരുടെ ദുഃഖങ്ങളെല്ലാം വിട്ടുമാറി മനസ്സിന് സമാധാനം തരുന്ന രീതിയിലുള്ള അനുഭവങ്ങൾ ഈ വ്യാഴത്തിന്റെ ഉച്ചസ്ഥിതിയിലുള്ള കാലത്തിൽ അനുഭവപ്പെടും. ബുദ്ധിപരമായി വലിയ വൈഭവം ഇവർക്ക് ഈ കാലയളവിൽ പ്രകടിപ്പിക്കാൻ സാധിക്കുന്നതാണ്. ബുദ്ധിയുടെയും വാക്കിന്റെയും നൈപുണ്യം മൂലം ധാരാളം വിജയങ്ങൾ ഇവർക്ക് ജീവിതത്തിൽ വന്നു ചേരും. പ്രത്യേകിച്ചും കർമ്മരംഗത്ത് ഇവരുടെ ബുദ്ധിയുടെയും വാക്കിന്റെയും ശക്തി കൊണ്ട് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ കഴിയുന്നതാണ്. ഇത് സാമ്പത്തികമായ വലിയ ഉയർച്ചയിലേക്ക് ഈ കൂറുകാരെ നയിക്കും. മന്ത്രിസ്ഥാനമാണ് 5-ാം ഭാവം. മന്ത്രിക്ക് തുല്യമായ, അതായത് സർക്കാരിലും മറ്റും ഉന്നത സ്ഥാനത്ത് ഇരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനായി മാറുവാൻ ഈ കൂറിൽപ്പെട്ട പലർക്കും സാധിക്കുന്നതാണ്. വളരെ കാലമായി ശ്രേഷ്ഠമായ ഒരു ജോലി ആഗ്രഹിക്കുന്നവർക്ക് അത് ലഭിക്കുന്നതിന് വ്യാഴത്തിന്റെ ഉച്ചഭാവത്തിലുള്ള സ്ഥിതി സഹായിക്കും. പൂർവ്വജന്മത്തിൽ ചെയ്തിട്ടുള്ള പുണ്യങ്ങളുടെയൊക്കെ സൽഫലങ്ങള് ഈ കൂറുകാരെ സംബന്ധിച്ച് വ്യാഴത്തിന്റെ ഈ ഉച്ച അവസ്ഥയിൽ കൂടുതലായി അനുഭവപ്പെടുന്നതാണ്. പരസ്പരം പ്രണയത്തിൽപ്പെട്ടിരിക്കുന്ന യുവതി യുവാക്കൾക്ക് അവരുടെ പ്രണയ സാഫല്യം ഈ 5 മാസക്കാലത്തിനുള്ളിൽ സാധിക്കുന്നതാണ്. പൊതുവെ വ്യാഴം ഉച്ചസ്ഥനായി നിൽക്കുന്ന ഈ 5 മാസക്കാലം വലിയ ഭാഗ്യാനുഭവങ്ങളാണ് ഈ മീനക്കൂറുകാർക്ക് അനുഭവപ്പെടുന്നത്. ഉച്ചസ്ഥനായ വ്യാഴത്തിന്റെ 7-ലേക്കും 5-ലേക്കും 9-ലേക്കുമുള്ള ദൃഷ്ടി ഈ കൂറുകാരെ സംബന്ധിച്ച് ലഗ്നത്തിലേക്കും 9-ാം ഭാവത്തിലേക്കും 11-ാം ഭാവത്തിലേക്കുമാണ് അനുഭവപ്പെടുന്നത്. ലഗ്നത്തിലേക്കുള്ള വ്യാഴദൃഷ്ടി മൂലം ശാരീരികമായും മാനസികമായും വലിയ ഉന്നതി ഇവർക്ക് അനുഭവപ്പെടും. ശാരീരികമായ ക്ലേശങ്ങളൊക്കെ വിട്ടുമാറി വലിയ ഉന്മേഷവും സന്തോഷവും ഇവർക്ക് അനുഭവപ്പെടും. എല്ലാ കാര്യങ്ങളിലും ഉറച്ച തീരുമാനം കൈക്കൊള്ളുവാനും അതനുസരിച്ച് മുന്നോട്ട് പോകുവാനും വിജയിക്കുവാനും ഇവരെ കൊണ്ട് സാധിക്കുന്നതാണ്. ആരോഗ്യപരമായി മെച്ചപ്പെട്ട അവസ്ഥ ഇവർക്ക് അനുഭവപ്പെടും. പേരും പ്രശസ്തിയും കൂടുതലായി ഇവർക്ക് അനുഭവപ്പെടും. തേജസ്സും കീർത്തിയും ഇവർക്ക് വർദ്ധിക്കും. 11-ാം ഭാവം സർവാഭീഷ്ട സ്ഥാനമാണ്. ഈ കൂറുകാരെ സംബന്ധിച്ച് 11-ാം ഭാവത്തിലേക്കുള്ള ഉച്ചസ്ഥനായ വ്യാഴത്തിന്റെ ദൃഷ്ടി സകല ആഗ്രഹങ്ങളും സാധിച്ചെടുക്കുവാൻ സഹായിക്കും. വളരെ കാലമായി ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന എല്ലാം തന്നെ ഈ 5 മാസക്കാലം കൊണ്ട് ഇവർക്ക് സാധിക്കാൻ കഴിയുന്നതാണ്. ഭൂമി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും
പുതിയ വീട് വാങ്ങാനോ പണിയുവാനോ ആഗ്രഹിക്കുന്നവർക്കും അതിന് അനുകൂലമായ സമയമാണ്. വാഹനം വാങ്ങുവാനും ഇവർക്ക് ഈ 5 മാസക്കാലത്തിനുള്ളിൽ സാധിക്കുന്നതാണ്. എല്ലാവിധ ക്രയവിക്രയങ്ങളിലും ഇവർക്ക് കൂടുതലായി ലാഭം ലഭിക്കുന്നതാണ്. ജീവിതത്തിലെ എല്ലാവിധ നേട്ടങ്ങളെയും 11ാം ഭാവം കൊണ്ടാണ് ചിന്തിക്കേണ്ടത്. സന്താനങ്ങളുടെ വിദ്യാഭ്യാസത്തിനും അവരുടെ വിവാഹത്തിനുമൊക്കെ അനുകൂലമായ സമയമാണ്. ഉന്നത വിദ്യാഭ്യാസം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള വിജയം കരസ്ഥമാക്കുവാൻ വ്യാഴത്തിന്റെ ഈ ഉച്ചസ്ഥിതി സഹായിക്കും. 9ാം ഭാവത്തിലേക്കുള്ള ഉച്ചസ്ഥനായ വ്യാഴത്തിന്റെ ദൃഷ്ടിയും കൂടുതൽ സൗഭാഗ്യങ്ങൾ ഇവരുടെ അനുഭവത്തിൽ എത്തിക്കും. ലോട്ടറി അടിക്കാൻ പോലെയുള്ള ഭാഗ്യം ഒരുപക്ഷെ വ്യാഴത്തിന്റെ ഉച്ചസ്ഥിതി മൂലം ഈ കൂറുകാർക്ക് അനുഭവപ്പെട്ടേക്കാം. ധാരാളം മംഗളകർമ്മങ്ങൾ ഈ കൂറുകാരുടെ കുടുംബത്തിൽ നടത്തുവാൻ സാധിക്കുന്നതാണ്. വിവാഹ നിശ്ചയം, വിവാഹം, പുതിയ വീടിന്റെ ഗൃഹപ്രവേശം ഇതൊക്കെ ഈ കാലയളവിൽ നടത്തുവാൻ സാധിക്കുന്നതാണ്. പിതാവിനെയും ഗുരുക്കന്മാരെയും ഒക്കെ കൂടുതൽ സന്തോഷിപ്പിക്കുവാനും അവരെ ശുശ്രൂഷിക്കുവാനും അവരുടെ അനുഗ്രഹം നേടുവാനും ഉള്ള അവസരം ഇവർക്ക് ലഭിക്കും. ഗുരുക്കന്മാരുടെയും പിതാവിന്റെയും മറ്റും അനുഗ്രഹം ലഭിക്കുന്നതിലൂടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ ഇവരെ കൊണ്ട് സാധിക്കുന്നതാണ്. പിതൃസ്വത്ത് കൂടുതലായി അനുഭവിക്കാനുള്ള യോഗം ഇവർക്ക് വന്നു ചേരും. ഉദ്യോഗത്തിൽ അപ്രതീക്ഷിതമായ ഉയർച്ചയും വിജയവും ഇവർക്ക് ലഭിക്കുന്നതാണ്. വ്യാഴത്തിന്റെ ഉച്ചരാശിയിലുള്ള സ്ഥിതി മൂലം മീനൻ രാശിക്കാരെ സംബന്ധിച്ച് ജീവിതത്തിന്റെ സമസ്ത മേഖലയിലും വലിയ ഉയർച്ച അനുഭവപ്പെടുന്നതാണ്. ഏത് കാര്യവും ഏറ്റെടുക്കുവാനും അത് വിജയിപ്പിക്കാനുമുള്ള നിശ്ചയദാർഢ്യവും ആത്മവിശ്വാസവും ഈ കൂറുകാർക്ക് വ്യാഴത്തിന്റെ ഉച്ചസ്ഥിതി മൂലം അനുഭവപ്പെടുന്നതാണ്. വ്യാഴത്തിന്റെ ഉച്ചസ്ഥിതി മൂലം മീനക്കൂറിൽ ജനിച്ച എല്ലാവർക്കും കൂടുതൽ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകട്ടെ എന്ന് മഹാദേവനോട് പ്രാർത്ഥിക്കുന്നു. ശംഭു മഹാദേവ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓൺലൈൻ കൺസൾട്ടേഷനായി എൻ്റെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടുക. നന്ദി, നമസ്കാരം.